ഫ്രണ്ട്സ്, അർജുളകൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറാണ്. അതായത് ബൈക്കിലൊരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലെ കാഴ്ചകളായിരിക്കും ഈ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ വരുന്ന വഴിക്ക് കുറേ പേര് നല്ല നല്ല സ്ഥലങ്ങളെത്തുമ്പോൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഭാഗം മാത്രം ഒരുപാട് വീടുകളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് വീണ്ടും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പാണ്. ചുമ്മാതെ ഇരുന്നപ്പോൾ ഒന്ന് പോരാന്ന് വിചാരിച്ചു, അങ്ങനെ മൂന്നാർ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാണാം എന്ന് വിചാരിച്ചിട്ട് വന്നതൊന്നുമല്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അങ്ങനെ മൂന്നാർ പോവുക എന്നുള്ളത്. അങ്ങനെ ഇറങ്ങി തിരിച്ചൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാറിനെ കുറിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നമ്മുടെ നീലക്കുറിഞ്ഞി. ഇത് ഇപ്പോൾ പൂത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 അവസാനമായിട്ട് നീലക്കുറിഞ്ഞി പൂത്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് തവണ പൂക്കുന്ന സമയത്ത് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു, കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് റോഡുകളൊക്കെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ കാണാൻ പറ്റും, കണ്ടില്ലേ. പിന്നെ നമുക്ക് ഈ കാണുന്ന മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ നൽകുന്ന മരങ്ങളാണ് മൂന്നാറിലുള്ളത്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനും അടിപൊളിയായിട്ടുള്ള പ്ലേസുകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന മരങ്ങളുടെ ഇടയിലൊക്കെ നിന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെന്താ പറയുക, നമുക്കിങ്ങനെ പോകുന്ന ഈ കാടിലൂടെയൊക്കെ പോകുന്ന ഒരു വൈബ് അടിപൊളിയുള്ളൊരു വൈബാണ്. നല്ല തണുപ്പും ചീവീടിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി രസമായിട്ടുള്ളൊരു യാത്ര തന്നെയാണിത്. പിന്നെന്താ പറയുക, ഇതേ ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്ത് മാക്സിമം വീഡിയോസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്ന മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ എന്താ പറയുക കല്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ പൊടിച്ച് ചെറിയ കല്ലുകളായിട്ടും പാറപ്പൊടിയായിട്ടും ഈ മെഷീനിലൂടെ പഴയ സ്ഥലത്തിലേക്ക് വന്ന് വീഴുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ കല്ലുകളൊക്കെ കണ്ട് ചില സ്ഥലത്ത് കണ്ട് അങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നു, ചില സ്ഥലത്ത് മെറ്റലായിട്ട് കിടക്കുന്നു, കണ്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണ്, അപ്പോൾ ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിക്കൊക്കെ പോകാൻ പറ്റിയ റോഡായിരുന്നു. അപ്പോൾ ഇവർ വീതി കൂട്ടുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അവിടെ ഉണ്ടായിരുന്ന പാറകളൊക്കെ പൊട്ടിച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് മൂന്നാറിൽ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. എത്തിയിരിക്കുന്നത് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങി നല്ല ഫോട്ടോസുകളൊക്കെ എടുക്കാം. വരുന്ന വഴിക്കൊക്കെ ഈ ഫോട്ടോ പോയിന്റിൽ നിർത്തി നല്ല നല്ല വീഡിയോകൾ എടുക്കാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തേയില തുള്ളുന്ന ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ കൊട്ടയും പിന്നെ എല്ലാ സംഭവങ്ങളും അവരിവിടെ വെച്ചിട്ടുണ്ട്. ഇവരവിടെ ഫോട്ടോയും എടുത്തു കൊടുക്കും. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് പ്രിൻ്റായിട്ട് അവർ കൊടുക്കുന്നതാണ്.
ക്ലിയറാണ്. ഇവിടെ നല്ല നൈസായിട്ടുള്ള തണുപ്പും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് പറഞ്ഞ കൊട്ട കേട്ടോ. അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇവരിവിടെ വെച്ചിട്ടുള്ളതാണ്. അതിൽ കൊടുക്കുന്ന സ്ട്രോങ്ങും കൂടെ വെച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ 20 രൂപ ടിക്കറ്റിന് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണുന്നിടത്തൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നിടത്തൊക്കെ നിർത്തി നമുക്ക് ഭംഗി ആസ്വദിക്കാം. പിന്നെന്താ നല്ല നല്ല തണുപ്പ്. പിന്നെന്താ ഇവിടെ കാണുന്ന ഓറഞ്ച് മരമൊക്കെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെ ഓറഞ്ചൊക്കെ പറിക്കാം. എന്നിട്ടിങ്ങനെ പോരുന്ന വഴിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോരാം. അതൊക്കെ അടിപൊളി വൈബല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് അവർ ഓറഞ്ചിൻ്റെ തൈകളും മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ ഓറഞ്ചും അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് അവിടെ നിന്ന് തന്നെ പറിച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോഴേ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പിന്നെ റോഡ് പണി നടക്കുന്നുണ്ടെന്ന്. ഇവിടെ പണ്ട് ഒരു ബസ്സൊക്കെ പോകുന്ന വഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുറച്ചും കൂടെ വിപുലീകരിച്ച് റോഡൊക്കെ വലുതാക്കുന്നുണ്ട്. കണ്ടില്ലേ, പാറയൊക്കെ സൈഡിൽ നിന്ന് പൊട്ടിച്ച് ആണ് ഇവിടെ റോഡ് വലുതാക്കുന്നത്. അപ്പം നേരത്തെ ഒരു മെഷീൻ കാണിച്ചില്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പാറ പൊട്ടിച്ച് ഇവിടുത്തെ പാറ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി ചെറിയ ചെറിയ കല്ലിൻ്റെ രൂപത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ആ മെഷീനിലിട്ട് ചെറിയ മെറ്റലും അതുപോലെ തന്നെ ഇതിനെ പറ്റിയ പിന്നെ പൊടികളൊക്കെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും അവിടെ പാറക്കല്ലുകൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്യുവാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഈ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ പാറകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഇവിടെ JCB വെച്ചിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആസ്വദിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ട്രിപ്പ് തന്നെയാണ് അടിപൊളി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാലും വലിയൊരു എന്താ പറയുക കൊക്ക പോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടുകളൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കുഞ്ഞായിട്ട് കാണാൻ പറ്റും. നല്ല കോട മഞ്ഞ് ഒക്കെ ആയിട്ട് നിൽക്കുവാണിപ്പം. കണ്ടില്ല, ഇത്രയും അടി നല്ല താഴ്ചയുണ്ട്. ഇവിടോട്ട് കാണാൻ തന്നെ നമുക്ക് ഇച്ചിരി പേടി തോന്നും.
കണ്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും. മഞ്ഞായതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല, നല്ല മഞ്ഞുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ മലയിൽ നിന്ന് ചെറിയ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം നമുക്ക് ഈ പോണ വഴിക്ക്. ആ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയെടുത്തുനിന്ന് ഇതുപോലെ മലയിൽ നിന്ന് വരുന്ന വെള്ളം കൈ കഴുകിയപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, കാരണം റോഡൊന്നും റോഡൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കള്ളൻ്റെ ഗുഹ. പണ്ട് കാലത്തെ ഒരു കള്ളൻ ഇതിലൂടെ കയറിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആൾ തിരിച്ചു വന്നിട്ടില്ല. ഇത് കള്ളൻ്റെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് കള്ളുകുടിയന്മാരൊക്കെ വന്ന് കുപ്പി കൊണ്ടുവന്ന് കള്ളൊക്കെ കുടിക്കാൻ തോന്നുന്നു. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കള്ളുകുപ്പി, സിഗരറ്റിൻ്റെ കുറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. അതുപോലെ തന്നെ കോടമഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നല്ല മഞ്ഞായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫീല് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ പോപ്കോൺ ഇല്ലേ, കമ്പം, അതൊക്കെ നമ്മളിങ്ങനെ വറുത്ത് ചുട്ടിട്ടൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പൊളി ഫീൽ. ആഹാ. അപ്പോൾ ഈ യാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൂന്നാറിലുള്ള മാക്സിമം കവർ ചെയ്യാവുന്നിടത്തോളം പിന്നെ വീഡിയോകളൊക്കെ ഞങ്ങൾ കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് എല്ലാം കാണുക. പിന്നെ നമ്മുടെ മൂന്നാറിൽ കണ്ടെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മലമേടുകളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മനസ്സിന് കുളിർമേകുന്ന പോലത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫീൽ തന്നെയാണ് മക്കളെ. മൂന്നാറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ മേടിക്കുന്ന മെയിനായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്ത രുചിയിലുള്ള അടിപൊളിയായിട്ടുള്ള തേയിലപ്പൊടി. അത് മേടിക്കാതെ ആരും മൂന്നാറിൽ പോയിട്ട് തിരിച്ചു വരരുത്, കാരണം അത്രയും ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല മണം. മൂന്നാറിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സൗരഭ്യവാസന എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നക്കനാലും അതുപോലെ തന്നെ ആനയിറങ്ങൽ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും, ആനയുടെ പിണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണത്, ചിന്നക്കനാൽ, മൂന്നാർ ചിന്നക്കനാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരും വരയ്ക്കും ബൈ, താങ്ക് യു.